ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദിയാസ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 2 കളർ ബീഡ്സ് വെച്ചിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ്. അപ്പോൾ അതിനുവേണ്ടി 2 കളർ ബീഡ്സ്, സാറ്റിൻ റിബൺ വെച്ച് കവർ ചെയ്തൊരു ഹെയർ ബാൻഡ്, പിന്നെ ഗിയർ വയറുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഗിയർ വയറിലേക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ബീഡ്സിനെ നമുക്ക് കോർത്ത് കൊടുക്കാം. ആദ്യം ഒരു ഗ്രീൻ കളർ ബീഡ് എടുത്തു. പിന്നെ നമുക്ക് കോർക്കേണ്ടത് വൈറ്റ് കളർ ബീഡാണ്. വൈറ്റ് കളറും കോർത്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഒരു ഗ്രീൻ കളർ ബീഡാണ് കോർക്കേണ്ടത്. ഈ ചാനലിൽ ഹെയർ ആക്സസറീസിൻ്റെ വീഡിയോസാണ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഹെയർ ആക്സസറീസിൻ്റെ വീഡിയോസൊക്കെ കാണാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹെയർ ബാൻഡിൻ്റെയും ഹെയർ ക്ലിപ്പിൻ്റെയും വീഡിയോസ് ഞാൻ ഇതിന് മുന്നേ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതും കൂടെ ഒന്ന് കണ്ടു നോക്കണം. 3 ബീഡ്സ് ആദ്യം കോർത്തത് ഗിയർ വയറിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡ് എടുക്കുക. ഗിയർ വയറിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു വൈറ്റ് ബീഡ് കോർക്കുക. ലെഫ്റ്റ് സൈഡിലെ ഗിയർ വയറും ആ വൈറ്റ് ബീഡിൽ കൂടെ തന്നെ കോർത്ത് പുറത്തേക്ക് എടുക്കുക. ഇപ്പോൾ 4 ബീഡ്സ് കോർത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഗിയർ വയറിൻ്റെ റൈറ്റ് സൈഡ് എടുക്കുക. അവിടെ ഒരു ഗ്രീൻ കളർ ബീഡ് കോർത്ത് കൊടുക്കുക. ലെഫ്റ്റ് സൈഡിലും ഒരു ഗ്രീൻ കളർ ബീഡ് തന്നെ കോർത്ത് കൊടുക്കുക. 2 സൈഡിലും ഓരോ ഗ്രീൻ കളർ ബീഡ് കോർത്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കോർക്കേണ്ടത് വൈറ്റ് കളർ ബീഡാണ്. വൈറ്റ് കളർ ബീഡ് ഇതുപോലെ ഏതെങ്കിലും ഒരു സൈഡിൽ കോർത്തിട്ട് മറ്റേ സൈഡും അതേ ബീഡിൽ കൂടെ തന്നെ കോർത്തെടുക്കുക. നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് വരെ ഈ സെയിം സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള നീളത്തിൽ ബീഡ്സ് എല്ലാം കോർത്തെടുത്തു. ഇനി ലാസ്റ്റ് ബീഡ്സ് എങ്ങനെ കോർക്കാമെന്ന് നോക്കാം. അതിന് ഒരു സൈഡിൽ ഒരു ഗ്രീൻ ബീഡ് ഇടുക, മറ്റേ സൈഡിൽ ഒരു ഗ്രീൻ ബീഡും ഒരു വൈറ്റ് ബീഡും കൂടെ ഇടുക. ഗിയർ വയർ രണ്ടും കൂടെ ചേർത്ത് നല്ലപോലെ പിരിച്ചു കൊടുക്കണം. എക്സ്ട്രാ വന്ന ഗിയർ വയർ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ പിരിച്ചെടുത്ത ഭാഗം ഒന്ന് അടിയിലേക്ക് അമർത്തി വെച്ച് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഹെയർ ബാൻഡിന് ആവശ്യമായ നീളത്തിൽ ബീഡ്സ് എല്ലാം കോർത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഹെയർ ബാൻഡിലേക്ക് അറ്റാച്ച് ചെയ്താൽ മതി. സാറ്റിൻ റിബൺ വെച്ച് കവർ ചെയ്ത ഹെയർ ബാൻഡാണ്. അതിൻ്റെ മിഡിൽ പോയിൻ്റ് ആദ്യം കണ്ടുപിടിക്കണം. 15 ഇഞ്ചാണ് ഹെയർ ബാൻഡിൻ്റെ ലെങ്ത്ത് വരുന്നത്. അതിൻ്റെ പകുതി 7.5 ഇഞ്ച്. അവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കോർത്തെടുത്ത മുത്തുണ്ടല്ലോ, അതിൻ്റെ നടുക്ക് ഭാഗം ഒന്ന് കണ്ടുപിടിക്കുക. ആ നടുക്ക് ഭാഗം ഹെയർ ബാൻഡിൻ്റെ നടുക്ക് വരുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലൂ ഗണ്ണാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നല്ലപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോർത്ത് വെച്ചിരിക്കുന്ന ബീഡ്സ് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഗിയർ വയർ യൂസ് ചെയ്ത് ബീഡ്സിൻ്റെ ഇടയിൽ കൂടെ ഹെയർ ബാൻഡിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അത് വിട്ടു വരില്ല. മുത്ത് ഫുള്ളായിട്ട് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.